പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരത്തെ ശാസ്താ ക്ഷേത്രങ്ങൾ, അതായത് അയ്യപ്പൻ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശനിദോഷം മാറുവാനായി നീരാഞ്ജനം ചെയ്യുവാനാണ് കൂടുതൽ ആൾക്കാരും ശാസ്താ ക്ഷേത്രത്തിൽ പോകുന്നത്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ശനിയാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ചയും ചെയ്യുന്നുണ്ട്. ശനി, ബുധൻ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ നല്ല തിരക്കുണ്ടാകും. ഇനി നമുക്ക് തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് മണക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കിഴക്കേക്കോട്ടയിൽ നിന്നും മണക്കാട് പോകുന്ന വഴിയിൽ ഏകദേശം 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വലതുഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് തൈക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വഴുതക്കാട് നിന്നും വരുമ്പോൾ തൈക്കാട് പോലീസ് ഗ്രൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റോഡ് തിരിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലെത്താം. തമ്പാനൂരിൽ നിന്ന് വരുമ്പോൾ മോഡൽ സ്കൂളിന് സമീപത്തായാണ് ഈ ക്ഷേത്രം. അടുത്തത് തമ്പാനൂർ അയ്യപ്പ ക്ഷേത്രം. തിരുവനന്തപുരം റെയിൽവേ മെയിൽ സർവീസ് അഥവാ RMSന് എതിരെയുള്ള SS കോവിൽ റോഡിലാണ് വലതുഭാഗത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തേത് വട്ടിയൂർക്കാവ് ശ്രീകണ്ഠശാസ്താ ക്ഷേത്രം. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് കുലശേഖര റോഡ് തിരിയുമ്പോൾ 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി ഈ ക്ഷേത്രം കാണാം. അഞ്ചാമത്തേത് കല്ലമ്പള്ളി മാർക്കണ്ഡേയ ശാസ്താ ക്ഷേത്രം. കിഴക്കേക്കോട്ടയിൽ നിന്നും പടിഞ്ഞാറേക്കോട്ട പോകുന്ന വഴി വാഴപ്പള്ളി ജംഗ്ഷനിൽ കല്ലമ്പള്ളി തെരുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തേത് തച്ചോട്ടുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പേയാട് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്നും അന്തിയൂർ കോണ റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തേത് കുന്നപ്പുഴ ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം. പൂജപ്പുര നിന്നും മുടവൻമുകൾ റോഡ് വഴി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കൂടാതെ തിരുമല ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോയാലും കുന്നപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരാം. എട്ടാമത്തേത് YMR ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. നന്തങ്കോട് നിന്നും കുറവങ്കോണം പോകുന്ന റോഡിന് സമീപം YMR ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറവങ്കോണം ജംഗ്ഷനിൽ നിന്നും നന്തങ്കോട് റോഡ് വഴി സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഒൻപതാമത്തേത് പൂന്തുറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്നും മണക്കാട് വഴി പൂന്തുറ ജംഗ്ഷനിൽ എത്തിച്ചേരാം. പൂന്തുറ നിന്നും ഭീമാപള്ളി പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്താമത്തേത് കുന്നൂർശാല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്നും വട്ടിയൂർക്കാവ് കാച്ചാണി ജംഗ്ഷനിൽ നിന്നും കരകുളത്തേക്ക് പോകുന്ന വഴിയിൽ 200 മീറ്റർ പോകുമ്പോൾ വലതുഭാഗത്തായാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തേത് കണ്ണമ്മൂല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്നും പേട്ട വഴി കണ്ണമ്മൂല ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തേക്കുമൂട് റോഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.